പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയത്. 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി കരസേന വ്യക്തമാക്കിയിരിക്കുന്നു. വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, മസൂദ് അസറിൻ്റെയും ഹാഫിസ് സയ്യിദിൻ്റെയും കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചിരിക്കുന്നു. അവർക്കറിയാം നമ്മൾ തിരിച്ചടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഭീകരവാദികൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകാനുള്ള സാധ്യത വലുതാണ്. എങ്കിൽ പോലും അവരെ നമ്മൾ ഒരു കാരണവശാലും വിടില്ല എന്ന സന്ദേശം ഈ ആക്രമണത്തിലൂടെ നൽകുകയല്ലേ? ഷമി, തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമാകുമ്പോൾ അതിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. കാരണം പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും അതിർത്തി മേഖലകളിൽ നിയന്ത്രണ മേഖലകളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ ലംഘിച്ച് നിരന്തരം വെടി ഉതിർക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം വലിയ തിരിച്ചടി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഈ ഭീകരവാദത്തെ വളർത്തുന്നു, ഭീകരർക്ക് പാകിസ്ഥാൻ താവളം നൽകുന്നു എന്നത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വീണ്ടും തുറന്നു കാട്ടാൻ ഇന്ത്യക്കായിരിക്കുന്നു എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടി വരും. പുലർച്ചെ 1:45 നടത്തിയ മിന്നലാക്രമണത്തിൽ 9 കേന്ദ്രങ്ങൾ, ഭീകരരുടെ 9 കേന്ദ്രങ്ങളാണ് മിസൈൽ ആക്രമണത്തിലൂടെ ഇന്ത്യ തകർത്തിരിക്കുന്നത്. അതിൽ 5 ഭീകരവാദ താവളങ്ങൾ എന്ന് പറയുന്നത് പാക് അധീന കാശ്മീരിലും 4 താവളങ്ങൾ പാകിസ്ഥാനകത്തുമുള്ള 4 താവളങ്ങൾ, അത്തരത്തിൽ 9 കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ആദ്യ ആക്രമണം ഉണ്ടായത് ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള പരിശീലന കേന്ദ്രം കൂടിയായിട്ടുള്ള മുരിഡ്കയിലാണ് ആദ്യമായി ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അസർ മസൂദിന്റെ ബഹാവൽപൂർ മേഖലയിലും ഹാഫിസ് സയ്യിദിന്റെ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കാണ് ഇത്തരത്തിൽ വലിയ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ പോലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി എന്നൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. നിലവിൽ 17 ഭീകരർ കൊല്ലപ്പെട്ടു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി സൈനിക വക്താവിന്റെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരും. കാരണം ഏതൊക്കെ യുദ്ധവിമാനങ്ങളാണ് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ഉപയോഗിച്ചത്, ഏതൊക്കെ ആയുധങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര പേർ കൊല്ലപ്പെട്ടു, ഏതൊക്കെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത് എന്നതിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളെല്ലാം സൈനിക വക്താവ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നമുക്ക് അറിയാൻ കഴിയും. പണ്ട് 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ അതിലും സമാന രീതിയിൽ സൈനിക വക്താവ് അന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്തവണയും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും കരസേനയുടെ ഭാഗത്ത് നിന്ന് വാർത്താ സമ്മേളനം രാവിലെ 10 മണിയോടുകൂടിയാണ് നടക്കുക. പിന്നീട് 11 മണിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. നിലവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3 സൈനിക മേധാവികളെയും അവരോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അതിർത്തി മേഖലകളിലടക്കം ഇന്ത്യ ജാഗ്രത കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. എയർ ഡിഫൻസ് സംവിധാനം കൂടുതൽ ശക്തമാക്കി എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. 5 വിമാനത്താവളങ്ങൾ ഇതിനോടകം തന്നെ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. അതായത് ശ്രീനഗർ, ലേ, ജമ്മു, അമൃത്സർ, ധർമ്മശാല ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. ശ്രീനഗർ വിമാനത്താവളത്തിന് ഉൾപ്പെടെ സൈനിക ഓപ്പറേഷൻസ് മാത്രമായിരിക്കും നടക്കുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിന് തിരിച്ചടി നൽകുമെന്ന തലത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചില പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നടക്കം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നടപടികൾ സ്വീകരിക്കുന്നത്. കാശ്മീരിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സമാന നടപടികൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാനിലെ വ്യോമപാത അടച്ചിട്ടുണ്ട്.
പാകിസ്ഥാനിലും ചില വിമാനത്താവളങ്ങളും ഇത്തരത്തിൽ അടച്ചു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ രാവിലെ 10 കൂടിയാണ് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി അത്തരത്തിൽ അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്തരത്തിൽ തിരിച്ചടി നൽകി എന്നതടക്കമുള്ള ചില വ്യാജ വാർത്തകളാണ് പാക് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പക്ഷെ അതൊക്കെ തന്നെ തെറ്റായിട്ടുള്ള വ്യാജ വാർത്തയാണ് എന്ന ഇന്ത്യൻ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. വിഷ്ണു, നമുക്കറിയാം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വന്നിട്ടുള്ള ചില വാർത്തകൾ വിഷ്ണുവിനും ഓർമ്മയുണ്ടാവും. ഈ ഹാഫിസ് സയ്യിദ് അടക്കമുള്ള ആൾക്കാരുടെ സുരക്ഷ പാകിസ്ഥാൻ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത്, മസൂദ് അസർ അടക്കമുള്ളവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. അതായത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ശക്തമായ കാവലിലാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നത്. ഇവരുടെ 2 പേരുടെയും ജീവൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് പാകിസ്ഥാന് വലിയ ആശങ്കയാണ് ഉള്ളത്. അയാളുടെ ഭീകരകേന്ദ്രത്തിലാണ് ഇന്നിപ്പോൾ ഇന്ത്യയുടെ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ പാക് അധിനിവേശ കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഭീകരവാദം വളർത്താൻ വേണ്ടി നടത്തുന്ന നിരവധി ഭീകര പരിശീലന കേന്ദ്രങ്ങൾ, നമ്മൾക്കത് കൃത്യമായ ബോധ്യമുള്ള കേന്ദ്രങ്ങൾ തന്നെയാണ്. ആ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് അത്രയും സുരക്ഷിതമായി കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അവിടുത്തെ ഭീകര പരിശീലന കേന്ദ്രങ്ങളുടെ ഒരു സഹായം കൊണ്ടാണ്. ആ കേന്ദ്രങ്ങളെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വളരെ കൃത്യമായി തന്നെ ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളെയോ മിലിറ്ററി കേന്ദ്രങ്ങളെയോ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളത്. ഇതുകൊണ്ടെന്തെങ്കിലും പാകിസ്ഥാന്റെ നിലപാടിൽ മാറ്റമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ വിഷ്ണു? ഷമി, അത്തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നതും ഈ തീവ്രവാദികൾക്ക് സഹായം, പണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ പാകിസ്ഥാൻ നൽകുന്നു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം വന്നത് കണ്ടതാണ്. അത് ഇന്ത്യ പലതവണ ഐക്യരാഷ്ട്രസഭയിലടക്കം തുറന്നു കാട്ടുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഭീകരവാദത്തെ പാകിസ്ഥാൻ തുറന്ന പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതൊക്കെ മുൻനിർത്തിയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇന്ത്യ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ പോലും ഇന്ത്യ കൃത്യമായി തന്നെ പറയുന്നത് സൈനിക കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സിവിലിയൻ മേഖലകളിലോ ഇന്ത്യ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്നൊരു കാര്യം സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് ലോകരാഷ്ട്രങ്ങളോട്, പ്രത്യേകിച്ച് അമേരിക്ക, റഷ്യ, UAE, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഇന്ത്യ ഇത്തരമൊരു തിരിച്ചടി നൽകിയതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ് ആക്രമണം നടത്തിയത് എന്നൊരു കാര്യം കൂടി ഇന്ത്യ ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളോട് കൃത്യമായി ബ്രീഫ് ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം UN ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നതാണ്. ഒരു യുദ്ധസമാനമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങളിലേക്കും പ്രത്യാക്രമണങ്ങളിലേക്കും പോകരുത്, സംയമനം പാലിക്കണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുണ്ട്. US കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നതാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ലോകരാഷ്ട്രങ്ങൾ കൂടി ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യം വിലയിരുത്തി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ത്യയിൽ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് വലിയ തിരിച്ചടി, 15ാം ദിവസം വലിയ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് ആയിരിക്കുന്നു. അതിൽ തന്നെ ഷമിദാനെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് പാകിസ്ഥാന് ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരരാണ് മസൂദ് അസർ ആയാലും ഹാഫിസ് സയ്യിദ് ആയാലും ഒക്കെ. ഇവരുടെ സുരക്ഷ പാകിസ്ഥാൻ നേരത്തെ തന്നെ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവരെയൊക്കെ നേരത്തെ തന്നെ ഇവിടുന്ന് മാറ്റാനുള്ള എല്ലാ സാധ്യതകളും
നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ആക്രമണം പാകിസ്ഥാൻ നേരത്തെ മുന്നിൽ കണ്ടിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം പാകിസ്ഥാന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട ആളുകളെ, പാകിസ്ഥാന് വേണ്ട ആളുകളെ നേരത്തെ തന്നെ അവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് 10 മണിയോടുകൂടി തന്നെ ഒരു വ്യക്തത വരും. കാരണം എത്ര ഭീകരരാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ 10 മണിക്ക് സൈനിക വക്താവ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നമുക്ക് ഒരു വ്യക്തത വരും. ഷമി, തീർച്ചയായും രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യമൊക്കെ തന്നെ എക്സ് ട്വീറ്റിലൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നിലനിൽപ്പ്, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു മഹാരാജ്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 26-30 കോടി ജനങ്ങൾ മാത്രമാണ് ആ രാജ്യത്തുള്ളത്. ഒന്ന് ആലോചിക്കൂ ആ വ്യത്യാസം, വലിപ്പം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ ഈ പറയുന്ന പോലെ ആ രാജ്യത്തിൻ്റെ അസ്ഥിരതയും അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളും അവരുടെ വിഷയങ്ങളുമൊക്കെ മറയ്ക്കാനുള്ള ഒരു ചെറിയ ഒരു തന്ത്രം മാത്രമാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ. ദീർഘമായ ഒരു കാഴ്ചപ്പാടോ വീക്ഷണമോ ഇല്ലാത്തൊരു രാജ്യമായി പാകിസ്ഥാൻ മാറുന്നു. അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ജീവിക്കുമ്പോഴാണ് കോടിക്കണക്കിന് രൂപ ഈ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾക്ക് വേണ്ടി ആ രാജ്യം മുടക്കുന്നത് എന്നുള്ളതാണ്.